ദൈവത്തിന് നന്ദി പറയാണ്. തലവൻ കഴിഞ്ഞിട്ട് തലവൻ റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. 2 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ തുടങ്ങാൻ പോകുന്നത്. ഒരുപാട് ഏത് സ്റ്റോറിയിലേക്ക് ലോഞ്ച് ചെയ്യണം, ഏത് സ്റ്റോറിയിലേക്ക് എത്തണം, എങ്ങനെ മുന്നോട്ട് പോകണം, അങ്ങനെ ഒത്തിരി കടമ്പകൾ പിന്നിട്ടിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. മറ്റൊരു കാര്യം, എന്റെ ഒരു സിനിമയ്ക്ക് ആദ്യമായിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ടൈറ്റിലാവുന്നത്. അതിന്റെ പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. സാധാരണ എല്ലാ സിനിമയ്ക്കും കഴിഞ്ഞ 6 സിനിമയും ഷൂട്ട് കഴിഞ്ഞ് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തായിരിക്കും ടൈറ്റിൽ ഇടാറുള്ളത്. ഇത്തവണ അത് മാറ്റി കുറച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് മീറ്റിംഗ് മിനിസ്റ്ററിൽ കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ മറ്റു ചോദ്യം ചോദിച്ചു, ആരൊക്കെയാണ് അഭിനയിക്കുന്നത്? ആസിഫ് അലി എന്ന് പറഞ്ഞു. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞങ്ങള് കണ്ടുമുട്ടിയിട്ടുണ്ട്. ഞങ്ങൾ UK ഒരുപാട് സൗഹൃദങ്ങളുള്ള ഒരാളാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ആസിഫ്. അതുപോലെ തന്നെ ജിസ് അടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത്രയും നല്ലൊരു ക്യാരക്ടർ, വളരെ സ്വീറ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി. പിന്നെ ഇതിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സിന്റെയൊക്കെ പേരുകൾ പറഞ്ഞപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്ന, എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരുന്നത് വരെ അല്ലെങ്കിൽ ഈ ഹോളിനകത്തേക്ക് കയറുന്നത് വരെ ഈ നാളെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാനും നിങ്ങളും എല്ലാം ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടത് ജിസ്ജോയ് ആസിഫ് അലി കോമ്പിനേഷനിൽ നടക്കുന്ന എന്തോ മാജിക്കിനെ പറ്റിയിട്ട് പറയുന്നതാണ്. അതൊരു വലിയ ടെൻഷനും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയി മാറി. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഫീൽ ഗുഡ് സിനിമകളുടെ രാജകുമാരനായിരുന്ന ജിസ്ജോയ് നോട്ട് എനി മോർ അല്ല, തലവനോട് കൂടി അദ്ദേഹം ഈ ഒരു മാറ്റി പിടിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എങ്കിൽ ഇതിലേക്ക് വരുമ്പോ തലവനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയ മറ്റൊരു സിനിമയാണ് എത്തുന്നത്. അതിനെ ഡെഫിനറ്റ്ലി ആ സന്തോഷമുണ്ട്. അതിനേക്കാളുപരി ഇവിടെ കാണുന്ന എല്ലാ പേരുകളും എല്ലാവരുടെയും കൂടെ ഇതിനു മുന്നേ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം വീണ്ടും ഒരുമിച്ച് സിനിമ ചെയ്യുന്നതിൽ ഒരു സന്തോഷം കൂടിയുണ്ട്. ആരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. താങ്ക് യു. ഞാൻ പറയാനുള്ളതെല്ലാം ജിസ് പറഞ്ഞു കഴിഞ്ഞു. ഷൂട്ടിംഗ് നാളെ ആരംഭിക്കുകയാണ്. അതിന്റെ ഒരു ഫസ്റ്റ് ഡേ ടെൻഷൻ, ഒരു ഫസ്റ്റ് ഡേ ഫിയർ ഉണ്ട് എനിക്ക്. അത് സംസാരിക്കാൻ ഒരു മടി പേടിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഇത് വലിയൊരു ഇവന്റ് ആണ്. പ്രൊഡ്യൂസേഴ്സ് താങ്ക് യു. ഇത്രയും വലിയ ഒരു ബിഗ് സാൻഡ് സിനിമയ്ക്ക് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഈ ഒരു മൊമെന്റ് പറയേണ്ട ഒരു കാര്യമാണ്. വർഷ ദിവസമായിട്ട് സോഷ്യൽ മീഡിയ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഒരു പിക്ചർ പാട്ടൊക്കെ പേജൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലം നമ്മൾ കാത്തിരിക്കണം ആ ഒരു മാജിക് സ്ക്രീൻ ഒന്നുകൂടെ കാണാനായിട്ടല്ലേ. എങ്ങനെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞത് കണ്ടുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ഇമോഷനാണ്, ആ ഒരു ബോണ്ടാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളത്. സോ സെക്കൻഡ് ഫിലിം ഹൗ യു ഫീലിംഗ് അബൌട്ട് ദാറ്റ്? പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടാവുമോ സെറ്റിൽ? ഭയങ്കര പിന്നെ സംസാരിക്കാതെ നമുക്ക് രണ്ടുപേരും പാട്ട് ഒന്നും ഞാൻ ആസിഫിന്റെ കഴിഞ്ഞ സർക്യൂട്ടില് ആണ് കഴിഞ്ഞ ആക്ച്വലി മലയാളം പടം. സർക്യൂട്ട് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഫിലിംസ്. ഞാൻ ഇതുവരെ ചെയ്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങൾ. ഞാൻ അത്രയും മനസ്സറിഞ്ഞ് ചെയ്ത സിനിമയാണ്. ആസിഫിന്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്ത പടം എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ജിസേന്റെ പടം ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
വേറെ പ്രത്യേകിച്ച് പറയാനില്ല. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ആദരണീയ നമ്മുടെ യൂത്തിന്റെ പ്രിയങ്കരനായ യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിനിസ്റ്റർ അഡ്വക്കേറ്റ് OJ ജനീഷ് സർ, അതുപോലെ തന്നെ കാസ്കാഡ് ബാങ്കിന്റെ ഡയറക്ടർ TN നവാസ്കർ, അതുപോലെ തന്നെ സ്റ്റേറ്റ് അറ്റോർണി ഡോക്ടർ അഡ്വക്കേറ്റ് അനൂപ് ബി നായർ, പിന്നെ ഈ സദസ്സിലിരിക്കുന്ന